SNDP യോഗം 2899 കുമ്പളങ്ങിയുടെ വാർഷിക പൊതുയോഗം നടന്നു. SNDP യോഗം 2899 കുമ്പളങ്ങിയുടെ വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. SNDP യോഗം കൊച്ചി യൂണിയൻ സെക്രട്ടറി ഷൈൻ കൂട്ടുങ്ങൽ ഭദ്രദീപം പ്രകാശനം നിർവഹിക്കുകയും അധ്യക്ഷത വഹിക്കുകയും ചെയ്തു. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു 100 നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതില് ഒരു കാര്യം തെറ്റായി പോയാൽ 99 ശരിയിൽ നശിപ്പിച്ച് ഒരെണ്ണത്തിന് മാത്രം പൊങ്ങി കാണിക്കുന്ന തരത്തിലുള്ള പ്രവണതകളാണ് നമ്മളുടെ സമൂഹത്തിൽ കാണുന്നത്. അപ്പോ അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം നമുക്ക് 100 ആക്കി കൊണ്ടുപോകേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഈ 99 ശരിയും ഒറ്റത്തെറ്റിലൂടെ ഇല്ലാതെ അവസ്ഥ അതുണ്ടാകാതിരിക്കുന്ന ഇത്തരത്തിൽ നമ്മളെ വാർഷിക പൊതുയോഗത്തിൽ വിളിച്ചു കൂട്ടി കണക്കുകളൊക്കെ നമ്മളെ യോഗാക്കിട്ട് അറിയിച്ച് മുന്നോട്ട് പോയാൽ ഒരു സംശയത്തിന് ഇടവരില്ല. അത്തരത്തിൽ മുന്നോട്ട് പ്രചരിപ്പിക്കപ്പെടും. അപ്പൊ തീർച്ചയായിട്ടും അത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. കാരണം കറപ്ഷനില്ലാതെ പോകാൻ നമുക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ളത് നമ്മുടെ ഭരണഘടന പറഞ്ഞതിന്റെ പ്രകാരം വാർഷികം വിളിച്ചു കൂട്ടി ഓരോ വർഷത്തെ കണക്ക് മാത്രം പാസ്സാക്കാനുള്ള വാർഷിക പൊതുയോഗം നടത്തി ആ അവസരത്തിൽ ഇതുപോലുള്ള കുട്ടികൾക്ക് അവാർഡൊക്കെ കൊടുത്ത് നമ്മളെ ശാഖാനുകളുമായിട്ട് കൂടുതൽ സമ്പർക്കം നമുക്ക് ചെലുത്താൻ നമുക്ക് സാധിക്കും. അപ്പോൾ ശാഖാനുകൾക്ക് ഒരു സംശയത്തിന് ലെവലേഷൻ അവിടെ കൊടുക്കാൻ സാധിക്കില്ലെങ്കിൽ സംശയത്തിന് ലെവലേഷൻ ഒക്കെ ഉണ്ടായില്ല. അത്തരത്തിലാണ് ഈ ശാഖയുടെ ഇന്നത്തെ ഭരണസമിതി പ്രവർത്തകർ അയച്ചുവെച്ചത്. ആദ്യം തന്നെ അത്തരത്തിലുള്ള പ്രവർത്തനം കാണിച്ച ഒരു ശാഖയുടെ സമാധാന നേതാക്കന്മാർക്ക് കൊച്ചി യൂണിയന്റെ പ്രത്യേക നന്ദി ഈ അവസരത്തിൽ കൊടുത്തു. 2899 കുമ്പളങ്ങി സൗത്ത് ശാഖ സെക്രട്ടറി TP സുഭാഷ് സ്വാഗതം പറഞ്ഞു. എന്ന് പറയുന്നൊരു വ്യാരി നമ്മൾക്ക് വരികയും അതോടൊപ്പം ചില കുടുംബയോഗങ്ങൾ നിർജ്ജീവമായി നിൽക്കുന്ന അവസ്ഥയിലാണ് ഞങ്ങളുടെ ശാഖയുടെ ഭരണസാരഥ്യം ഏറ്റെടുക്കുന്നത്. അന്ന് നമ്മൾ ആ ശാഖയിൽ നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം പറഞ്ഞിരുന്നു, വ്യക്തമായിട്ടൊരു കാര്യം പറഞ്ഞിരുന്നു. ഓരോ വർഷവും നിങ്ങൾ ശാഖയ്ക്ക് നൽകുന്ന തുക എത്രയാണെന്നുള്ളത് കൃത്യമായിട്ട് ഓരോ വർഷം കൂടുന്തോറും വിളിച്ച് നിങ്ങളോട് പറഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത വർഷത്തെ സാമ്പത്തികം നിങ്ങളിൽ നിന്ന് ഞങ്ങൾ വാങ്ങിക്കുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അതിന്റെ മുന്നോടിയായി അത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ചില കുടുംബയോഗങ്ങളിൽ നമ്മൾക്ക് ചെന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, പലരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞങ്ങളൊന്നും പറഞ്ഞിരുന്നു ഇല്ല, ഞങ്ങൾ അങ്ങനെ പറയില്ല, ഞങ്ങൾ പറയുന്ന കാര്യം കൃത്യമായിട്ട് നടത്തും. ഓരോ വർഷവും കൃത്യമായ രീതിയിൽ വരവ് ചെലവ് കണക്കുകൂട്ടി അത് യൂണിയനെ കണ്ട് ഓഡിറ്റ്. പ്രസിഡന്റ് CS ഷനിൽകുമാർ ഉപക്രമം നടത്തി. പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുത്ത് ഒരു പാനൽ അവതരിപ്പിച്ചു. അതിൽ സുഭാഷും VV സുധീർ വൈസ് പ്രസിഡന്റും ആയിട്ടുള്ള ഒരു കമ്മിറ്റി നിലവിൽ വന്നു. ആ യോഗത്തിൽ ഞങ്ങൾ ഒരു വാക്ക് ഈ അന്നത്തെ പൊതുയോഗത്തിൽ പറഞ്ഞു. സെക്രട്ടറി ആയി തിരഞ്ഞെടുത്ത ശ്രീ TP സുഭാഷ് പറഞ്ഞു, അടുത്ത ചതയം സമാധിക്ക് മുന്നേ നിങ്ങളോട് മേടിക്കുന്ന പൈസയുടെയും മറ്റ് കണക്കുകൾ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അവതരിപ്പിക്കുമെന്ന്. ശരിക്കും ഇന്ന് ഓഗസ്റ്റ് 2-ാം തീയതി ഇവിടെ കൂടിയ ചതയം സമാധി നമുക്ക് വരുന്നേയുള്ളൂ. ഞങ്ങൾ പറഞ്ഞ വാക്ക് പാലിച്ചു. SNDP യോഗത്തിന്റെ നിയമാവലിയും നിയമപ്രകാരവും ഇപ്പോൾ യൂണിയന്റെ ബഹുമാന്യനായ സെക്രട്ടറി പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് 3 വർഷം കൂടുമ്പോൾ കണക്ക് അവതരിപ്പിച്ചാൽ മതിയായിരുന്നു. 3 വർഷം കൂടി കണക്ക് അവതരിപ്പിച്ചിട്ട് വാർഷിക പൊതുയോഗം വിളിച്ചാൽ മതിയായിരുന്നു. ആരും ഒന്നും പറയില്ല. പക്ഷേ സൗത്ത് ശാഖ കൊച്ചി യൂണിയന്റെ 23 ശാഖകളിൽ സെക്രട്ടറി എന്നോട് കഴിഞ്ഞ ആഴ്ചയിൽ ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞു, ഷനിലെ പനയപ്പള്ളി ശാഖ കൊച്ചി യൂണിയന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പനയപ്പള്ളി ശാഖയും നമ്മുടെ ശാഖയുടെ പോലെ കഴിഞ്ഞ ആഴ്ച ഫസ്റ്റ് വാർഷിക പൊതുയോഗം നടത്തി. ഇല്ലിക്കൽ ദേവസ്വം യോഗം സെക്രട്ടറി TS ശശികുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. മനുഷ്യ രാശിക്ക് പ്രകാശമേകിയ ദൈവ തുല്യനായ മഹാഗുരു ശ്രീനാരായണ ഗുരുദേവന്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ടും ഈ മഠാങ്കണത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ഗുരു സാന്നിധ്യത്തിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ടും ഞാൻ ആരംഭിക്കട്ടെ. ഗുരു നമുക്ക് തന്നിട്ടുള്ള സന്ദേശങ്ങൾ ഒറ്റ നോട്ടത്തിൽ വളരെ ലളിതമാണെന്ന് തോന്നാം. പക്ഷേ നമ്മുടെ മാനവരാശിയെ സാഹോദര്യത്തിലേക്കും സമത്വത്തിലേക്കും മനുഷ്യത്വത്തിലേക്കും
നയിക്കുന്ന മഹത്തായ ആദർശങ്ങളാണ് ഗുരുദേവന്റെ സന്ദേശങ്ങളിലുള്ളത്. നമുക്കറിയാം, ഇന്ന് ലോകത്ത് ശാസ്ത്രം അതിന്റെ പരമോന്നതിയിൽ നിൽക്കുകയാണ്. ലോകം തന്നെ ഒരു കൊച്ചു ഗ്രാമമായി മാറിക്കഴിഞ്ഞു. എന്നാലും നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് മൂല്യച്യുതികൾ ദിനംപ്രതി വർദ്ധിച്ചു വരുന്നതായി നാം ദിനംപ്രതി കേൾക്കുകയും കാണുകയും ചെയ്യുന്നു. കുടുംബ ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങൾ, ലഹരി പ്രയോഗം, സാമൂഹ്യ മാധ്യമങ്ങളുടെ ദുരുപയോഗം, രാഷ്ട്രങ്ങൾ തമ്മിലുള്ള കുടിപ്പക യുദ്ധം, വർഗ ചിന്തയുടെ അതിരുകടന്ന കാഴ്ചകൾ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഈ ആധുനിക ലോകത്തെ ചൂഴ്ന്നുകൊണ്ട് നിൽക്കുമ്പോൾ ഗുരുദേവ സന്ദേശങ്ങളുടെ പ്രസക്തി മറ്റേത് കാലത്തെക്കാളും ഈ കാലത്താണ് ഉള്ളതെന്ന് നമുക്ക് പറയാൻ കഴിയും. 2899 കുമ്പളങ്ങി സൗത്ത് ശാഖ സെക്രട്ടറി TP സുഭാഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. SNDP യോഗം ഡയറക്ടർ ബോർഡ് അംഗം CK ടെൽഫി വിദ്യാർത്ഥികളെ ആദരിച്ചു. ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്കുള്ള പുരസ്കാരങ്ങൾ സ്പോൺസർ ചെയ്തത് ബിനിൽ രാജ് പള്ളുരുത്തിയായിരുന്നു. ശ്രീനാരായണ പ്രബോധിനി സഭ പ്രസിഡന്റ് MS സജീവൻ, ശ്രീനാരായണ സേവാ സംഘം പ്രസിഡന്റ് SK കുമാരൻ, ഈഴവോദയ സമാജം ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം പ്രസിഡന്റ് TK സതീശൻ, SNDP യോഗം വനിതാ സംഘം പ്രസിഡന്റ് അനൂപ പ്രശാന്ത്, സെക്രട്ടറി ഷീജ കലേഷ് കുമാർ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. വൈസ് പ്രസിഡന്റ് VV സുധീർ കൃതജ്ഞത രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കുമ്പളങ്ങി. ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു.